വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. നമ്മളിതുവരെ വിശദീകരിച്ച് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. ഇനി നമ്മൾ വിശദീകരിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. അത് ഖിറാഅത്ത് എങ്ങനെയാണ്? ഭൂരിപക്ഷ ഖിറാഅത്തും ഏത് വെച്ചിട്ട് തന്നെയാണ്? സ്വാദ് വെച്ചിട്ട് തന്നെയാണ്. ചില ലോകത്തിൽ സീനുണ്ട്, സിറ എന്നുണ്ട് ഉണ്ട്. ചില ലോകത്തിൽ സാവുണ്ട്, ഇതിന് സിറാത്ത എന്ന് പറഞ്ഞിട്ട് സാവ് വെച്ചിട്ടും ഉണ്ട്. പക്ഷെ അതൊന്നും അത്ര എന്തല്ല, പ്രബലല്ല. ഓരോ അറബി ഭാഷയിലുള്ള അവരുടെ ലോകത്ത് പ്രകാരം അവരെ ഖിറാഅത്തിൽ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ആളുകളും അസഹായ ഖിറാഅത്തും ഏതാണ്? സീന് വെച്ചിട്ടുണ്ട്, സ്വാദ് വെച്ചിട്ടുണ്ട്, അല്ലേ? അത് നമ്മൾ എന്താണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അപ്പൊ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം നമ്മളിപ്പോ പരിശുദ്ധ ഖുർആനില് തുടക്കത്തിൽ ഇതുവരെ നമ്മൾ പറഞ്ഞത്, നമ്മൾ അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ഈ ആയത്ത് മുതൽ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ചോദിക്കപ്പെടുന്ന അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യാണ്? അവനെ കുറിച്ച് ധാരാളം പുകഴ്ത്തി, അല്ലേ? ഹംദ് പറഞ്ഞ്, അൽഹംദുലില്ലാ പറഞ്ഞ്, റഹ്മാൻ പറഞ്ഞ്, മാലിക് യൗമിദ്ദീൻ പറഞ്ഞ്, അള്ളാഹുവിനെ പ്രശംസിക്കേണ്ട എന്തെല്ലാം ഉണ്ടോ ആ രീതിയിലൊക്കെ മാക്സിമം നമ്മൾ പ്രശംസിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ചില ആവശ്യങ്ങൾ അവരോട് പറയാണ്, അള്ളാഹുവിനോട് പറയാണ്. അപ്പൊ അള്ളാഹു തആല നേരത്തെ പറഞ്ഞ പോലെ ഹദീസിൽ കാണാം, സൂറത്തുൽ ഫാത്തിഹ പകുതി എനിക്കും പകുതി എൻ്റെ അടിമക്കുമാണ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ പകുതി അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഇനി രണ്ടാമത്തെ പകുതി അടിമക്കുള്ളതാണ്. രണ്ടാമത്തെ പകുതിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇനി ഇവിടുന്നാണ്ടൊക്കെ എന്താ, ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇനി ചോദ്യമാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നുള്ളതൊക്കെ എന്താണ്? ഇതിന്റെ ഭാഗമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യത്തെ പകുതി എനിക്കുള്ളതാണ്, രണ്ടാമത്തെ പകുതി എന്റെ അടിമക്കുള്ളതാണ്. അപ്പൊ ആദ്യത്തെ പകുതി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അല്ലാഹു തആല പറയും, വലി അബ്ദി മാ സുഇല വലി അബ്ദി മാ സഅല. ഇനി എന്റെ അടിമക്ക് അവൻ എന്താണ് ചോദിക്കുന്നത് അത് തീർച്ചയായിട്ടും അവനക്കുള്ളതാണ്. ഇനി എന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ. അപ്പൊ അള്ളാഹുവിനെ പ്രശംസിക്കേണ്ട എല്ലാ പ്രശംസയും വരുത്തിയപ്പോ അള്ളാഹു തആല പറയുന്നതാണ് എന്ത്? എന്റെ അടിമക്ക് ഇനി അവന്റെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവൻ എന്ത് ചെയ്തോട്ടെ, അവൻ ചോദിച്ചു കൊള്ളട്ടെ. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ അടിമയെ സംബന്ധിച്ചിടത്തോളം, ഇജാബത്ത് കിട്ടാൻ, ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലതാണ് എന്ത് ചെയ്യുക? സർവശക്തനായ അള്ളാഹുവിനെ എന്ത് ചെയ്യുക? നന്നായി നമ്മൾ എന്ത് ചെയ്യുക? ഹംദും മറ്റുള്ള സ്തുതികളൊക്കെ നന്നായി ചെയ്തിട്ട്, നമുക്ക് അങ്ങനെ ചെയ്താൽ ഇജാബത്ത് കിട്ടാൻ ഒന്നുകൂടി എന്തുണ്ട്? ചാൻസ് കൂടുതലാണ്, പെട്ടെന്ന് ഇജാബത്ത് കിട്ടും എന്നുള്ളതാണ്. അല്ലാതെ നമുക്കിപ്പോ വേഗം പഠിച്ചോലെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അള്ളാഹ്ക്ക് അറിയണ്ടല്ല. പക്ഷെ അള്ളാഹുവിനെ സ്തുതിക്കുക, ഹംദ് ചെയ്യുക, അള്ളാഹുവിന്റെ കുറെ കാര്യങ്ങൾ പറയുക, അങ്ങനെ മുമ്പിൽ അള്ളാഹുവിനെ കുറിച്ച് എന്ത് ചെയ്യുക? കുറെ പ്രശംസിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ അതിന് ഉത്തരം കിട്ടും. 100% ഉറപ്പാണ്. ഇജാബത്തിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ അള്ളാഹു തആല നമുക്ക് അതാണ് എന്ത് ചെയ്യുന്നത്? കാണിച്ചു തരുന്നത്. അപ്പൊ അള്ളാഹിനെ കുറിച്ച് നമ്മളിങ്ങനെ നന്നായി എപ്പോഴും ദ്വാരക്കുമ്പോഴും റബ്ബ് സുബ്ഹാനഹു കുറിച്ച് ഹംദും കുറെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഹംദകളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ചോദ്യത്തിലേക്ക് പ്രവേശിക്കലാണ് അതിന്റെ ഏറ്റവും നല്ല പരിപൂർണമായ രീതി. ഇപ്പൊ മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാം എന്താണ്? മത്സ്യവയറ്റിൽ കുടുങ്ങി കിടന്നിട്ട്, അല്ലെ? അവിടെ കുടുങ്ങിയപ്പോ നമ്മളെന്താ ചെയ്യാ? മത്സ്യവയറ്റിൽ കുടുങ്ങി കിടന്ന് വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിലെത്തിയപ്പോ അവിടെ പടച്ചോനെ വേഗം രക്ഷിക്കുന്ന അല്ലാഹുവിനാണ് ആദ്യം വിളിക്കുക. യൂനുസ് നബി അലൈഹി എന്താ പറഞ്ഞു? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, അല്ലേ? അള്ളാഹു നീ അല്ലാത്ത ഒരാളും ഇല്ല, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഞാൻ ളാലിമീങ്ങളിൽ പെട്ട ആളാണ്, അതുകൊണ്ട് എന്നെ രക്ഷിക്കുന്ന. അപ്പൊ അവിടെയൊക്കെ ആ സമയത്ത് പോലും
അള്ളാഹുവിനെ പ്രശംസിക്കുന്ന പ്രശംസയിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, അവരാരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, വിട്ട് നിന്നിട്ടില്ല എന്നുള്ളത്. അപ്പൊ സനാ, സ്തുതി, ഹംദ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, നന്നായി ഇബാദത്തിലേക്ക് എന്താണ് ദുആക്ക് ഉത്തരം കിട്ടാൻ ആദ്യം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ പറഞ്ഞ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അല്ലേ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, നയിക്കണമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിദായത്ത്, ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ഇത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരെ ഇഹ്ദിന് ശേഷം സിറാത്തുൽ മുസ്തഖീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർക്ക് ഹിദായത്തിന് ശേഷം എന്താണ് ഇലാ സിറാത്തി മുസ്തഖീം എന്ന് പറയും, അലിഫ്ലാം വെച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് പറയുന്നുണ്ട്. ചിലടത്ത് ലാമ മാത്രം വെച്ചിട്ട് പറയലുണ്ട്. അതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ, ഇവിടെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന ഇലാ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണം എന്നാണ്. എന്നുവെച്ചാൽ ഇലാ ചേർത്തി പറയുമ്പോൾ ഉള്ള ചെറിയ മാറ്റം എന്താ വെച്ചാൽ, ഇപ്പോൾ പരിശുദ്ധ ഫഹ്ദൂഹും ഇലാ സിറാത്തുൽ ജഹീം ഒരായത്തിൽ കാണാം, അവരെ നിങ്ങൾ സിറാത്തുൽ ജഹീമിലേക്ക് നയിക്കുന്ന എന്ന് പറഞ്ഞാലും നരകത്തിന്റെ വഴിയിലേക്ക് അവര് നിങ്ങൾ ആൾക്കാരെ കാണിച്ചു കൊടുത്താണ്. അവിടെ തൗഫീഖ്, നരകത്തിന്റെ വഴിക്കുള്ള തൗഫീഖല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഇല വന്നതുകൊണ്ട് അർത്ഥം മാറി എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ വഴി നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പൊ വഴി, തെളിവ് എന്നുള്ളതാണ്. ചില മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഇലാ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ വഴിയിലേക്കുള്ള, ഇവിടെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങൾക്ക് തൗഫീഖ് തരണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഫഹ്ദൂഹും ഇലാ സിറാത്തുൽ മുസ്തഖീം, അവിടെ ഇല വന്നുകൊണ്ട് മുസ്തഖീമായ വഴിയിലേക്ക് നിങ്ങൾ അവർക്ക് വഴി നിങ്ങൾ കാണിച്ചു കൊടുത്താളി, തെളിവ് കൊടുത്താളി. ഇതൊക്കെ ഇലാ സിറാത്തുൽ ജഹീം, നരകത്തിന്റെ വഴി അവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പൊ തെളിവാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വേറെ ഇതിൽ കാണാം, വൈന്നക്കൽ തഹദി ഇലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ നിങ്ങൾ ഈ മുസ്തഖീമായ വഴിയിലേക്ക് തെളിവ് കാണിച്ചു കൊടുക്കുന്ന ആളാണ്. അവിടെ തൗഫീഖ് എന്നുള്ള അർത്ഥമല്ല, ആ വഴി എന്താണ്, മുസ്തഖീമായ വഴി എന്താണെന്ന് കാണിച്ചു കൊടുക്കാന്ന. അപ്പൊ ഇല സിറാത്ത് നിന്നപ്പോ ഇല വന്നപ്പോ അതിന്റെ ചെറിയ അർത്ഥത്തിൽ മാറ്റം വരും. ചിലപ്പോ ഇന്നക്ക അൽഹംദുലില്ലാഹി അദാന ലിഹാദ, ഇതിലേക്ക് മാർഗം. അപ്പൊ അവിടെ ഹിദായത്തിന്റെ അർത്ഥം ലാമ് വന്നപ്പോ ഇതിലേക്ക് പിന്നെ ഞങ്ങൾക്ക് മാർഗം കാണിച്ച അള്ളാഹുവിനെ സ്തുതി എന്ന് പറഞ്ഞാൽ ഇതിന് തൗഫീഖ് എന്ന, സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്കാണ്, ഇതിന് തൗഫീഖ് എന്ന റബ്ബിന് സ്തുതി എന്ന് കാണാം. ഏതായാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന അർത്ഥം. അപ്പൊ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, ഞങ്ങളിനി നയിക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം. ഇനി അതൊന്നും കൂടി വിശദീകരിക്കാനുണ്ട്. എന്താണ് സിറാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താ? ചൊവ്വായ വഴി അല്ലേ, പഴയ ആളുകൾ പറയുന്ന വഴി അല്ലെ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഹുവ ത്വരീഖുൽ വാളിഉ ലാ ഇവ്ജാജ ലഹു ഫീഹി, വളരെ വ്യക്തമായ വഴിയാണ്, അതിൽ യാതൊരു വളവും തിരിവില്ലാത്ത, വക്രത ഇല്ലാത്ത ഡയറക്റ്റ് വഴിക്കാണ് ഏത് പറയാ, സിറാത്തുൽ മുസ്തഖീം എന്ന് ഭാഷയിൽ പറയാ. പിന്നെ അറബിയിൽ എന്തുണ്ട്, എല്ലാം നല്ല വാക്ക്, എല്ലാം നല്ല പ്രവൃത്തി, എല്ലാം നല്ല സ്വഭാവം, ഇതിനൊക്കെ എന്ത് പറയും? സിറാത്തുൽ മുസ്തഖീം എന്ന് പറയും. എന്നാൽ മുഫസ്സിരീങ്ങൾ സിറാത്തുൽ മുസ്തഖീം എന്നതിന് പല തഫ്സീറുകൾ കൊടുത്ത് കാണാം. എല്ലാ തഫ്സീറും അതിന്റെ മൊത്തം സത്ത കടക്കുന്ന ഒരേ ആശയത്തിലേക്കാണ്. പല തഫ്സീറുകളും സിറാത്തുൽ മുസ്തഖീം പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ മുഫസ്സിരീങ്ങളുടെയും മൊത്തത്തിൽ വ്യാഖ്യാനം കെടുക്കുന്നതിന്റെ അടിസ്ഥാന ആശയം നോക്കുമ്പോൾ എന്താണ്? ഒന്ന് തന്നെയാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചില റിപ്പോർട്ടിൽ സിറാത്തുൽ മുസ്തഖീം അള്ളാഹുവിന്റെ കിതാബാണ്, പരിശുദ്ധ ഖുർആനാണ് എന്ന് കാണാം. അപ്പൊ പരിശുദ്ധ ഖുർആനിലേക്ക് ഞങ്ങൾ ഇനി നയിക്കണേ എന്നാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരണി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അസ്സിറാത്തുൽ മുസ്തഖീം കിതാബുല്ലാഹ് എന്നാണ്. ഇബ്നു കസീർ ഉദ്ധരിച്ച് കാണാം.
സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കിതാബാണ് എന്ന് കാണാം. മറ്റൊരു കാര്യത്തിൽ കാണാം ഓ ഹബലുല്ലാഹിൽ മതീൻ, വളരെ ബലിഷ്ഠമായ അള്ളാഹുവിന്റെ കയറാണ്. അതേതാ? പരിശുദ്ധ ഖുർആനാണ്. വഹുവ ദിക്റുൽ ഹഖീം, അതും പരിശുദ്ധ ഖുർആനാണ്. വഹുവ സിറാത്തുൽ മുസ്തഖീം, അതാണ് മുസ്തഖീമായ സിറാത്ത് എന്ന് കാണാം. അപ്പൊ അവിടെ അഭിപ്രായത്തെ പ്രകാരം എന്താണ്? സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. എന്നാൽ ചില വ്യാഖ്യാന പ്രകാരം സിറാത്തുൽ മുസ്തഖീം എന്നതിന് ഇസ്ലാം എന്ന വ്യാഖ്യാനവും കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, നിങ്ങൾ ഖുൽ യാ മുഹമ്മദ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന് നിങ്ങൾ പറയുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആരോട് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ എന്നിട്ട് നബി അലൈഹി സ്വലാം വിശദീകരിച്ചു, അതായത് വഹുവ ദീനുല്ലാഹി അല്ലദീ ലാ ഇഅ്വജാജ ലഹു, അത് അള്ളാഹുവിന്റെ യാതൊരു വളവും തിരിവില്ലാത്ത വളരെ ഡയറക്റ്റ്, വളരെ വ്യക്തമായ അള്ളാഹുവിന്റെ ദീനാണ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോ ഒരു ഹദീസിൽ കാണാം. അപ്പൊ ദീനാണെന്ന് പറഞ്ഞാലും വിശുദ്ധ ഖുർആനാന്ന് പറഞ്ഞാലും ചില റിപ്പോർട്ടിൽ എന്ത് കാണാം? നബിതങ്ങളും നബികളുടെ അനുചരന്മാരായ സഹാബികളും പിന്നെ പ്രത്യേകിച്ച് ഖലീഫമാരും ഉള്ള ആ വഴിയാണ് എന്ന് കാണാം. ബില്ലദൈനി എന്ന രണ്ടാളുകളെ നിങ്ങൾ പിന്തുടരണം എന്ന് പറഞ്ഞേ കാണാം. ആരെക്കുറിച്ചും? സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചും ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ കുറിച്ചും. അപ്പൊ അവരടക്കം കാണിച്ചെന്ന വഴിയാണ് നബിതങ്ങളുടെ ഖുലഫായികൾ കാണിച്ചെന്ന വഴിയാണ് എന്ത്? സിറാത്തുൽ മുസ്തഖീം എന്നും കാണാം. എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം അവര് കാണിച്ചെന്ന വഴി എന്താണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചെന്ന വഴി എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചെന്ന വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച വഴി ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. അപ്പൊ എല്ലാം പറഞ്ഞത് വ്യത്യസ്ത മുഫസ്സിറുകൾ സഹാബികൾ പല അർത്ഥങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും എല്ലാം മൊത്തത്തിൽ കൂട്ടി വായിച്ചാൽ എന്റെ മൊത്തം സത്ത എന്താണ്? പരിശുദ്ധ ദീനാണ്, ഇസ്ലാമാണ്, ഖുർആനാണ്, നബിയും സഹാബികൾ കാണിച്ച വഴിയാണ് എന്നൊക്കെ കാണാം. അതാണ് ഏത്? സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ളറബല്ലാഹു മസലൻ സിറാത്തുൽ മുസ്തഖീമ, മുസ്തഖീമ വഴി അല്ലാഹു തആല നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരുന്നുണ്ട്. അതെന്താണ്? വഅല ജനിബത്തൈ സിറാത്തി സുവറാനി, നബി തങ്ങൾ എന്താണ്? ഒരു വഴി, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മുസ്തഖീമ വഴി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എന്ന് പറയാണ്. അതായത് ഒരു വഴിയുണ്ട്, ആ വഴിന്റെ രണ്ട് സൈഡിൽ എന്തുണ്ട്? മതിലുണ്ട്. രണ്ട് സൈഡിലും മതിലുള്ള ഡയറക്റ്റ് നേരെ നീളമുള്ള ഒരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കല്പിക്കാൻ പറയും. എന്നിട്ട് എന്തുണ്ട്? ഫീഹിമ അബ്വാബുൻ മുഫത്തഹത്തുൻ, ഈ വഴി മതിൽമലക്ക് എന്തുണ്ട്? അതായത് ഡയറക്റ്റ് ഒരു വഴി, മനസ്സിലാകുന്നില്ല? ആ വഴിന്റെ രണ്ട് സൈഡിൽ എന്തുണ്ട്? മതിലുണ്ട്. ആ മതിലുമലക്ക് എന്തുണ്ട്? ഡോറുണ്ട്. ആ ഡോറിന്റെ മുകളിലൊക്കെ എന്തുണ്ട്? ഓരോ കർട്ടൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കർട്ടൻ താഴ്ത്തിയിട്ടത് കൊണ്ട് അപ്പുറത്ത് ഡോറുണ്ട്. വാതിൽ എന്ന് പറഞ്ഞാൽ വാതിലിന്റെ മുന്നിൽ എന്തുണ്ട്? അവിടെ കർട്ടൻ ഉണ്ട്. അപ്പൊ നേരെ ഒരു വഴിയാണ്. ആ വഴിന്റെ രണ്ട് സൈഡിലും ചുമരുണ്ട്. ആ ചുമരിന്റെ ഇടയിലൊക്കെ എന്തുണ്ട്? ഓരോ വാതിലുകളുണ്ട്. ആ വാതിലുമലൊക്കെ എന്തുണ്ട്? കർട്ടുണ്ട്. എന്നിട്ടൊരു മനുഷ്യൻ ആ വഴിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോ ആ വാതിലിന്റെ മുമ്പിൽ നിന്ന് ഒരാൾ പറയും, ആ വാതിലിന്റെ നേരെ മുമ്പിൽ നിന്ന് ഒരാൾ പറയും, എന്ത്? ഇദ്ഖുലു സിറാത്ത ജമിഅ വലാ തഊജു, നമ്മൾ ആ റൂട്ടിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിന് മുന്നിൽ ഒരാൾ പറയുന്നുണ്ട്, എന്ത്? നേരെ പോയിക്കോ, അങ്ങോട്ട് കൊണ്ട് വളയാനും തിരിയാനും നിൽക്കണ്ടെന്ന് പറയും. അങ്ങനെ നേരെ പോകുമ്പോ എന്ത് ചെയ്യും? അപ്പുറത്തുള്ള കർട്ടൻ പൊന്തിക്കാൻ നോക്കുമ്പോ മുകളിൽ നിന്ന് ഒരാൾ പറയും, എന്താ പറയാ? പറയും, വൈഹക്ക ലാ തഫ്തഹു, ജയ തുറക്കാൻ നിൽക്കണ്ട, അങ്ങോട്ട് പാളിയൊക്കെ നിൽക്കണ്ട, അങ്ങോട്ട് നോക്കിയാൽ പിന്നെ എന്ത് ചെയ്യും? എന്നെ അവിടെ പിടിച്ച് അതിലേക്ക് ബന്ധിക്കപ്പെടും. അതുകൊണ്ട് അത് തുറക്കാൻ നിൽക്കണ്ട, നേരെ പോയിക്കോ എന്നെന്ത് ചെയ്യും? വഴിയിൽ പ്രവേശിച്ച ശേഷം വാതിൽ തുറക്കാൻ നേരത്തെ മുകളിൽ നിന്നൊരാള് വിളിച്ചു പറയും.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ഇവിടെ ഈ വഴി എന്താണ്? അതാണ് മുസ്തഖീമായ വഴി. അതിന്റെ രണ്ട് സൈഡിലുള്ള വാതിലുകൾ മുഴുവൻ എന്താണ്? ഹറാമാണ്. അള്ളാഹു തആല നിഷിദ്ധമാക്കിയ കുറെ കാര്യങ്ങളാണ്. അപ്പം നേരെ മുന്നിലുള്ള ആള് നേരെ പെയ്ക്കോ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പരിശുദ്ധ ഖുർആനാണ്. വഴിയിലേക്ക് കടന്നിട്ട് നിങ്ങൾ ഹറാമിലേക്ക് പോകുമ്പോ എന്താ പറയുന്നത്? അത് വായുല്ലാഹി ഫീ ഖൽബിൽ മുസ്ലിം, മുസ്ലിമായ മനുഷ്യന്റെ ഉള്ളിൽ അള്ളാഹു തആല ഇട്ട് കൊടുക്കുന്ന ഒരു ഉത്ബോധനമാണ്. നല്ല മനുഷ്യനാകുമ്പോൾ അള്ളാഹുവിന്റെ മാർഗം സ്വീകരിക്കാൻ ആ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി തിന്മയിലേക്ക് പോകുമ്പോൾ തന്നെ അയാളെ മനസ്സാൾ പറയും അത് ചെയ്യരുത്, അതിൽ നിന്ന് മാറിക്കണം എന്നെന്ത് ചെയ്യും? അയാളെ മനസ്സ് അയാൾ പറയും. ആ ഉപദേശം കേൾക്കാതെ അയാൾ ആ വാതിൽ തുറന്നാൽ പിന്നെ ഡയറക്റ്റ് അയാൾ ഇതിലേക്ക് പോകും, ഹറാമിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മുസ്തഖീമായ വഴി മുഴുമിക്കാൻ ആർക്ക് കഴിയില്ല? അയാൾക്ക് കഴിയില്ല. ഇതാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ ഉദാഹരണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഹിദായത്ത് നൽകണേ എന്നാണ്. ശരിക്കും ഹിദായത്ത് എന്ന സംഗതി എന്താണ്? നമുക്ക് കിട്ടിയ സംഗതിയാണ് അല്ലേ? ഹിദായത്ത് കിട്ടിയ ആൾക്കാർ പിന്നെ എന്ത് ചെയ്യണ്? കിട്ടിയ സാധനം തന്നെ ചോദിക്കണമെന്നാണ് ഒരർത്ഥത്തിൽ വരിക അല്ലെ? കരസ്ഥമായ സംഗതി പിന്നെയും കരസ്ഥമാകാനാണ് ചോദിക്കണമെന്ന് തോന്നും. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? ഇഹ്ദിന സിറാത്ത്, ഇഹ്ദിന ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ എന്നാണ്. ഹിദായത്ത് കിട്ടിയവരാണ് അത് ചോദിക്കാൻ പറയുന്നത്. കാരണം എന്താ? രാത്രിയും പകലും സദാസമയം നമ്മൾ ഇത് ചോദിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം ഇസ്ലാമിലേക്ക് വരുന്ന ഇസ്ലാമിന്റെ മുമ്പുള്ള ആളോട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറ, കുറച്ചു കാലം ചെയ്തവർക്ക് ഒരു കലിമ ചൊല്ലിക്കോ എന്നല്ല പറയുന്നത്. ഹിദായത്തിന്റെ മാർഗത്തിൽ 100% ഉറച്ചു നിൽക്കുന്ന നമ്മളോടാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ എല്ലാ സമയത്തും ഇത് പറയുന്നുണ്ട്. നമ്മളിപ്പോ രാവിലെ തുടങ്ങിയപ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം പറഞ്ഞ്, സുബീക്ക് പറഞ്ഞ്, തഹജ്ജുദ് പറഞ്ഞ്, ലോഹക്ക് പറയും, ലോഹർക്കും അസർക്കും രാത്രി കിടന്നിറങ്ങുമ്പോഴും എല്ലാം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമാണ്. നമ്മൾ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹിദായത്തിന്റെ സംഗതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മള് മുസ്തഖീമായ വഴിയിലേക്കുള്ള ഹിദായത്ത് തരണേ എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിയ സാധനത്തെ വീണ്ടും ചോദിക്കലല്ല, മറിച്ച് എന്താണ്? ആ കിട്ടിയ സാധനത്തിലുള്ള സ്ഥിരതയെ ആരോട് ചോദിക്കാണ്? അള്ളാഹുവോട് ചോദിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ഫുൾ ടൈം രാത്രിയും പകലൊക്കെ അള്ളാഹു തആല എല്ലാത്തിലും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മളെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ട് അള്ളാഹു തആല സർവ്വസമയം ഇതിനെ ബന്ധപ്പെടുത്തിയുകൊണ്ട് ഹിദായത്ത് നിലനിന്ന് കിട്ടുക എന്നുള്ളത് എന്താണ്? ഒരു മനുഷ്യന്റെ മഹാഭാഗ്യമാണ്. മാത്രമല്ല ഹിദായത്ത് ഏത് സമയത്തും എന്താണ്? മനുഷ്യന് നിസ്സാര കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഏത് പോകാം, ഹിദായത്ത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ ആ മാർഗത്തിൽ തൗഫീക്ക് കിട്ടാനും ഉറച്ചു നിൽക്കാനും അതിൽ നിന്ന് വ്യതിചലിക്കാനും അതിൽ പൂർണ്ണമായും അള്ളാഹുവിന്റെ അടിമയ്ക്ക് യാതൊരു റോളും ഇല്ല. അത് ആ വിഷയത്തിൽ ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ അറിവക്ക് കഴിയില്ല. അവിടെ അള്ളാഹുവിന്റെ അപാരമായ കൃപ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. കാരണം ഹിദായത്ത് ആർക്കും കൊടുക്കാൻ കഴിയും റബ്ബിന്. പക്ഷെ നമ്മൾ ഹിദായത്തിന്റെ മാർഗത്തിൽ വീണ്ടും ഇങ്ങനെ സ്ഥിരതപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അപാരമായ കൃപയാണ്. അപ്പൊ ആ കൃപ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം അള്ളാഹുവിനോട് കേണുകൊണ്ടേയിരിക്കണം എന്നാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നതിലൂടെ അള്ളാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഏത് സമയത്തും അള്ളാഹു നമ്മൾ എന്ത് ചെയ്യണം? ഹിദായത്ത് നിലനിൽക്കാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. കാരണം എന്താണ്? പരിശുദ്ധ. അപ്പൊ ഈമാനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് എന്താണ്? ഒരു മഹാവിജയാണ്. ഈമാൻ കിട്ടിയാൽ മാത്രം പോരാ, അത് നിലനിർത്താനും കഴിയണം. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹ് എന്ന ഖുർആൻ പറയുന്നത്. അപ്പൊ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്നത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്താണ്? ആ വിശ്വാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടിയുറച്ച് നിൽക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ്? അതിനും സ്ഥിരമായി നിന്ന് കിട്ടാനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്, ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്നാണ്. അല്ലാഹുവേ, നീ ഹിദായത്ത് തന്ന ശേഷം ആ ഹിദായത്ത് ഞങ്ങളിൽ നിന്ന് തെറ്റിച്ച് കളയല്ലേ എന്ന. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ നിസ്കാരത്തിലും സ്വകാര്യമായി ഈ ആയത്ത് ഇങ്ങനെ
ചൊല്ലിയിരുന്നു എന്നാണ്. വലിയൊരു പ്രാർത്ഥനയാണ് അത്. സിദ്ദീഖ് എപ്പോഴും ഇത് ശ്രദ്ധിച്ചിരുന്നു എന്നാണ് മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പൊ ഹിദായത്ത് കിട്ടിയിട്ട് അത് തെറ്റാതിരിക്കാന്നുള്ള, ഹിദായത്ത് കിട്ടിയതുകൊണ്ട് എന്താവില്ല നമ്മളാണ് കഴിച്ചിലാകുന്നില്ല, നമ്മളങ്ങനെ വിചാരിക്കണ്ട. കാരണം എന്താണ്, ഏത് സമയത്തും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഹിദായത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മഹാനാ സിദ്ദീഖ് റളിയല്ലാഹുവിനൊക്കെ എന്താണ് ഫുൾ ടൈം അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന നടത്തിയിരുന്നു കാണാം. റബ്ബനാ ലാ തുസി ഖുലൂബന എന്നാണ്, അർച്ചോനെ ഹിദായത്ത് തന്നിട്ട് അത് നീ പിൻവലിക്കല് എന്ന് മഹാന്മാർ പറഞ്ഞ് കാണാം. അപ്പോ അത് വിശ്വാസി വളരെ അധികം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ മഹാന്മാരുടെ ഹിദായത്ത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, ഹിദായത്ത് നമുക്ക് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ തെറ്റാതെ നിൽക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ വേറെ വളവ് തിരിവില്ലാത്ത വഴിയിൽ ആയിരിക്കുക, ചെയ്യുന്ന കർമ്മങ്ങൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക, അതിന് തൗഫീഖ് കിട്ടുക. ഇതൊക്കെയാണ് ബാഹ്യമായ ഹിദായത്തിന്റെ അർത്ഥം. എന്നാൽ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹിദായത്ത് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? മാറും. സൂഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഹിദായത്ത്? അവരുടെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനേക്കുള്ള ആ ചേരലിന് എന്താണ് യാതൊരു തടസ്സവും വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ റോളിൽ നിന്നും എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക. അള്ളാഹു അല്ലാത്ത വേറൊന്നും മനസ്സിൽ വരാതിരിക്കുക. ഈ അവസ്ഥയിലേക്കാണ്, ആ അവസ്ഥയിലേക്ക് എത്താനാണ് സൂഫിയാക്കള ആളുകൾ അള്ളാഹുവിന്റെ ഹിദായത്ത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അള്ളാഹുവിലൊക്കെ നമ്മളൊക്കെ അള്ളാഹുവിലൊക്കെ യാത്ര, നമ്മളിപ്പോൾ ശരീരത്തനുസരിച്ച് കിട്ടിയാൽ തന്നെ തിന്മയിൽ വിട്ടുനിന്ന് നന്മയിലേക്ക് മാറിയാൽ തന്നെ നമുക്ക് ഹിദായത്തിന്റെ മാർഗം കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഡെവലപ്പ് ആവുമ്പോൾ അള്ളാഹു അല്ലാത്ത വേറൊരു മാർഗത്തിലും ഒരു ശ്രദ്ധയും വരാതിരിക്കുക എന്നുള്ളതും എന്താണ് ഹിദായത്തിന്റെ ഒരു ചോദ്യമാണ്. അതുപോലെ അള്ളാഹു അല്ലാത്ത വേറൊന്നും അജണ്ട എന്റെ മനസ്സിലില്ലാതെ വെക്കുക, ഓരോ ശ്വാസത്തിലും അള്ളാഹ് വെക്കുക, സ്വന്തത്തെ മറക്കുക. അപ്പൊ അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹുവിലേക്ക് കയറുന്നതിന് എന്തില്ല, അറ്റല്ല എന്നാ. അടിമയുടെ പരിപൂർണതക്ക് ഏതില്ല, അറ്റല്ല. ഒരടിമ വളർന്ന് ഇതുവരെ എത്തും ഏറ്റവും പരിപൂർണനായി എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ അപ്പുറത്ത് എന്തുണ്ട്, പരിപൂർണാവസ്ഥയുണ്ട്. അപ്പൊ സ്വന്തത്തിന് പോലെ യാതൊരു വിലയും കൽപ്പിക്കാത്ത റബ്ബ് എന്ന അജണ്ടയിൽ തെറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയുന്ന അവസ്ഥയും ഹിദായത്തിനെ ചോദിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനെ അറക്കാൻ പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരുന്നു ആര്, മകൻ. ആ മകൻ അള്ളാഹ് അറക്കാൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി ഇസ്ലാം എന്ത് ചെയ്തു, യാതൊരു വഴിയില്ലാതെ എന്ത് ചെയ്തു, അറക്കാൻ റെഡിയായി. കാരണം അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിനൊന്നുമില്ല, പ്രസക്തി ഇല്ല. മഹാനായ ഇസ്മായിൽ നബി ഇസ്ലാം വാപ്പ നിങ്ങളെ അറക്കാൻ പറയുന്ന എന്താ അവൻ പറഞ്ഞത്, നിങ്ങൾ അറുത്തോളിന്ന. കാരണം അള്ളാഹുവിന്റെ ഇഷ്ടം. രണ്ടാളും അവിടെ കൊടുത്ത ആരിഷ്ടം, അള്ളാഹുവിന് ഇഷ്ടം. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടമല്ലാത്ത വേറെ ഇഷ്ടങ്ങൾക്കും പ്രസക്തി ഇല്ലാത്ത അവസ്ഥയിലേക്ക് അള്ളാഹുവെ എന്നെ മാറ്റുക എന്നതും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നതിൻ്റെതാണ് അർത്ഥമാണ്. മനസ്സിലാക്കുക. നമ്മളെ കുറെ താല്പര്യങ്ങൾ ഉണ്ടാവുക, അതെല്ലാം കൂടിയൊക്കെ കിട്ടുമാണോ, പടച്ചോനം കിട്ടുമാണോ എന്ന് പറഞ്ഞാൽ എന്താണ്, സിറാത്തൽ മുസ്തഖീമിലേക്ക് നമ്മളെന്തായില്ല, പരിപൂർണ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാം എന്താണ്, യൂനുസ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു, അള്ളാഹുവിന് അനിഷ്ടം ഉണ്ടാവണ്ട വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, കടലിലേക്ക് എടുത്ത് ചാണ്ടിയത്. അല്ല ആത്മഹത്യ ചെയ്തതാണോ? അല്ലല്ലോ. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് നിന്നതുകൊണ്ട് അങ്ങോട്ട് കടലിലേക്ക് ചാടിയതാണ്. അവിടുത്തെ നിയമനുസരിച്ച് അങ്ങനെ ചാടണം. മഹാനാ സക്കരിയ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ, യഹ്യാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെറിയ വിട്ടുവീഴ്ച പോലും ചെയ്യാൻ തയ്യാറാകാത്ത കൊണ്ടാണ് മഹാനകൾ എന്ത് ചെയ്ത് അറുക്കപ്പെട്ടത്. അപ്പൊ അള്ളാഹു അല്ലാത്ത വേറൊരു സൃഷ്ടികൾക്കോ അള്ളാഹു അല്ലാത്ത വേറൊരു ചിന്തയും മനസ്സിൽ വരാതിരിക്കേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹു എന്നെ എത്തിക്കണേ എന്നുള്ളതാണ് മഹാന്മാരുടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ. നമുക്കെന്താണ്, പടച്ചോൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം, കുറെ ഹറാമുകൾ ഉണ്ടായിരുന്നു ഒഴിവായി കിട്ടണം. അതൊക്കെയാണ് സാധാരണക്കാണ് എന്ത് സിറാത്തുൽ മുസ്തഖീം. അതിമല്ലാണ് നമ്മൾ സാധാരണ അസാധാരണ ഒന്നുമില്ല. അവിടെ നിന്ന് പണിയെടുത്ത് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അടിമക്ക് തോന്നും അള്ളാഹു അല്ലാത്ത വേറെ ഒന്നില്ല, യാതൊരു പ്രസക്തി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് അടിമക്ക് എത്താൻ കഴിയും. നമ്മൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനക്ക് എന്തില്ല, അറ്റല്ല എന്നുള്ളതാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം കുറച്ച പിന്നെ നിർത്തണ്ടല്ലോ. കാരണം എല്ലാ മഹാന്മാരും അമ്പ്യാക്കളെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന സംഗതി എന്താണ്, അമ്പ്യാക്കളെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനാണ്.
മഹാന്മാരെ അമ്പിയാക്കളടക്കം ചോദിച്ചിട്ട സംഗതിയാണ് ഏത്? ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചെന്താ? തവഫനി മുസ്ലിമ, പഠിച്ചോളെ മുസ്ലിമാക്കി മരിപ്പിക്കണം എന്നാണ് ആര് പ്രാർത്ഥിക്കുന്നത്? ഒരു പ്രവാചകൻ ദ്വാരക്കുന്നത് അല്ല, ഒരു പ്രവാചകൻ ദ്വാരക്കാണ്. പഠിച്ചോളെ തവഫനി മുസ്ലിം എന്ന്. പഠിച്ചോളെ അതെന്താ? ഒരു സെക്കൻഡ് പോലെ ഹിദായത്തിന്റെ മാർഗത്തിൽ മാറ്റരുത് എന്നാണ്. അപ്പം മഹാന്മാരെ അമ്പിയാക്കളടക്കം പഠിച്ചോണ്ട് ഏത് സമയത്തും പ്രാർത്ഥിച്ച സംഗതിയാണ് ഇതിനെ സിറാത്തുൽ മുസ്തഖീം. ഫിറഔന്റെ ആളുകൾ, ഫിറഔന് വേണ്ടി കളത്തിലിറങ്ങിയ ജാലവിദ്യക്കാർ ഇസ്ലാം സ്വീകരിക്കാൻ റെഡിയായപ്പം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അവർ ആമന്ന ബി റബ്ബി മൂസ വ ഹാറൂൻ എന്ന് ഒരുപാട് ആളുകൾ ഫിറൗന് വേണ്ടി സഹറന്മാരായ ആളുകൾ കളത്തിലിറങ്ങി അവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടപ്പോ അവർ കലിമ ചൊല്ലിയിട്ട് അവർ പറഞ്ഞ വാക്കെന്താ? അവര് കലിമ ചൊല്ലി, കലിമ ഇസ്ലാമിലേക്ക് വന്ന രണ്ടാമത്തെ വാക്കെന്താ? അവർ പറഞ്ഞെന്താ? തവഫന മുസ്ലിമീൻ. ആലോചിച്ച് നോക്കും, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൂസാ നബിന്റെ ഹാറൂൻ നബിന്റെ റബ്ബിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത അവരുടെ റിക്വസ്റ്റ് എന്താ? തവഫന മുസ്ലിമീൻ, പഠിച്ചോനെ ഈ തന്ന ഈമാൻ ഞങ്ങൾക്ക് നീ കളയല്ലേ എന്നാണ്. അപ്പൊ ഹിദായത്ത് എന്ന സംഗതി അത്ര നിസ്സാരമായ സംഗതിയല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏറ്റവും വലിയൊരു സംഗതിയാകണം. ഒരുപാട് കാലം, വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്കാണിത്. ആലോചിച്ച് നോക്കൂ, ഒരുപാട് കാലമായിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ വിവരം കിട്ടാതായിട്ട് ക്ഷീണിച്ച് രോഗിയായ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അവസാനം വിവരം കൊടുക്കാണ്, നിങ്ങളെ മകൻ യൂസുഫ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ പിതാവ് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താ പറയുക? എന്റെ മകൻ യൂസുഫ് ഇപ്പോൾ ഏത് മതത്തിലാണെന്ന്. 19 കൊല്ലമായിട്ട് കാണാത്ത ഒരു മോനെ കുറിച്ച് വിവരം കിട്ടുമ്പോ അൽഹംദുലില്ലാഹ്, എവിടെ എന്റെ മോൻ, എവിടെ ആർക്ക് കിട്ടി, അങ്ങനെ എവിടെ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ലോ എന്നല്ല ചോദിക്കല് സാധാരണ പിതാക്കള്. ഇപ്പൊ എന്താ ചോദിച്ചത്? മഹാനായ യാക്കൂബിനെ ചോദിച്ച് എന്റെ മകൻ യൂസുഫ് എന്റെ മതത്തിൽ തന്നെയല്ലേ എന്നാ, ദീനിൽ തന്നെയല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ദീനിയായി അള്ളാഹുവിന്റെ ദീനിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സംഗതി അതുകൊണ്ട് അള്ളാഹു തആല ഈ ഫാത്തിഹ നിരന്തരം നമ്മളോട് എല്ലാ ഫാത്തിഹ ഇല്ലാത്ത ഒരു നിസ്കാരവും ശരിയാവില്ല എന്നുള്ളതാണ്. അത്രയും അടിമയെ സംബന്ധിച്ചുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്. കാരണം ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിൽക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ ഒഴിച്ചു നിൽക്കുക എന്നുള്ള, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആത്മീയമായ വളർച്ചയുടെ കുറവിനനുസരിച്ച് ഇസ്തിഖാമത്തിന്റെ വഴി നല്ല ബുദ്ധിമുട്ടുണ്ടാവും. സത്യത്തിൽ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിൽക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള വിഷയം തന്നെയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ നല്ല പ്രയാസമാണ്. ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിൽക്കുക എന്നുള്ളത് റബ്ബിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇഹ്ദിന സിറാത്ത് നമ്മളിങ്ങനെ പറയുന്നത്, ഇഹ്ദിന അങ്ങനെ പറയുന്നത്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ടയേർഡാക്കിയ വാക്കാണ്, നബി തങ്ങളെ ടയേർഡാക്കിയ വാക്ക്, ക്ഷീണിപ്പിച്ച വാക്കാണ് അത് ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിങ്ങൾ നിന്നോളി എന്ന് പറഞ്ഞത് അല്ലേ? ഫസ്തഖീം കമാ ഉമിർത, നബിയെ നിങ്ങളോട് പറഞ്ഞതുപോലെ നേരെ ചൊവ്വങ്ങൾ നിന്നോളി എന്ന് ആരോട് പറഞ്ഞ്? റസൂലുള്ളാഹിയോട് പറഞ്ഞു. അപ്പൊ ഇസ്തിഖാമത്തിന് വഴി നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിക്ക് എന്താ വന്ന് നിര വന്നു. നബിതങ്ങൾ നിര വന്നു. നിര വരുന്ന എന്തുകൊണ്ടാ? ടെൻഷനോണ്ടാ. എല്ലാത്തവർക്കും നിരക്കും പ്രായമായാലും, പക്ഷെ റസൂലുള്ളാഹിക്ക് നിര വന്നു. എന്താ പറഞ്ഞത്? നബി ഞങ്ങൾ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിന്നോളിയെന്ന. അപ്പൊ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണി തന്നെയാണ്. അത് പണി എളുപ്പമാണ് ആര് വിചാരിച്ചാൽ? അള്ളാഹു തആല വിചാരിച്ചാൽ. അള്ളാഹു തആല വിചാരിക്കണം എന്ത് ചെയ്യണം? നിരന്തരം റബ്ബിനോട് കഴിവില്ലായ്മ പ്രകടിപ്പിച്ച് അള്ളാഹുവിനെ സ്തുതിച്ച് ഏത് സമയത്തും പടച്ചവനെ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ ഞങ്ങൾ നിർത്തണേ, ഞങ്ങൾ ഈമാൻ നിലത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല ആണെങ്കിലോ, അള്ളാഹുവിന്റെ അടിമ ചോദിച്ചാൽ അള്ളാഹു തആലക്ക് യാതൊരു പ്രശ്നമില്ല. അള്ളാഹു തആല അടിമക്ക് കൊടുക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് അള്ളാഹു തആല അത് ഓഫർ ചെയ്താണ്. അപ്പൊ അത് കിട്ടുന്നില്ല, അതിന് സംശയം നമുക്ക് വേണ്ട. മാത്രമല്ല അതിന്റെ ഇൽത്തിറാറും കൂടി വേണമെന്നാണ്. ഒരു പ്രാർത്ഥനയുടെ ഒരു ഉത്തരത്തിന്റെ മാനദണ്ഡം എന്താ? പടച്ചോനെ ഇതല്ലാത്ത ഓപ്ഷൻ എനിക്കില്ല, ഞാൻ കുടുങ്ങിയിട്ടുണ്ട്, ഇതല്ലാത്ത എനിക്കൊരു പരിഹാരം ഇല്ല എന്ന ഒരു ഇൽത്തിറാർ എന്ന് പറയും. ഇൽത്തിറാർ എന്താ?
ആ ഒരു ബുദ്ധിമുട്ട് റബ്ബിനോട് പ്രകടിപ്പിക്കണം. വെറുതെ എങ്ങനെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയണ മനസ്സെന്ന് പറയണം. പഠിച്ചോനെ ഈ ആ ഹിദായത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾ തെറ്റിക്കണം റബ്ബെ, ഈ ഞങ്ങളെ കൈവിട്ടാൻ കാര്യം ഉണ്ടാവില്ല. ഇത് ഉള്ളിന്ന് വരണം. ഉള്ളിന്നിട്ട് വന്നാൽ അത് ഇലിത്തിറാറുണ്ട്. ഇലിത്തിറാറെന്താ? നിസ്സഹായതയോടെ ബോധ്യപ്പെട്ടു, ഇനി അല്ലാത്തൊരു പരിഹാരമില്ല, ഓപ്ഷനില്ല എന്നുള്ള ആ നിസ്സഹായതയോടെ പ്രകടിപ്പിച്ചതോടുകൂടി 100% ഉത്തരം കിട്ടുന്ന അതൊരു സംശയമില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നൊന്നും ഉണ്ടാവില്ല, വേസ്റ്റ് ആവില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ അള്ളാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഏതിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം. അതിനർത്ഥം മുസ്തഖീമായ വഴിയിൽ എത്തിയ നമ്മളാണ് പറയുന്നത്. അപ്പൊ മുസ്തഖീമായ വഴിയിൽ പഠിച്ചോ ഞങ്ങൾ ഇനി ഉറപ്പിച്ചു നിർത്തണം, അവിടെ ഉറപ്പിച്ചു നിർത്തണം എന്ന് തെറ്റിക്കരുത്. അത് പതിവായി ഇങ്ങനെ പോകണം, അതിൽ യാതൊരു വക്രതയും വരരുത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു തആല ആ നിലക്ക് നമ്മളാക്കി തരട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടും എല്ലാം അള്ളാഹു തആല സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ.